ശിവയുടെ ഷീത എക്സ്പ്ലോറർ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ വിനീതമായ നമസ്കാരം. 30കളിലെ ഒരു ചൊടി, ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു പ്രസരിപ്പ് 40കളിൽ ഫീൽ ചെയ്യണം എന്നില്ല. പക്ഷേ ഇപ്പോൾ പുതിയ കൺസെപ്റ്റാണ് ഏജ് ബിഗിൻസ് ആഫ്റ്റർ 40 എന്നൊക്കെ പറയുന്നുണ്ട്. വർക്കും ലൈഫും ബാലൻസ് ചെയ്ത് പോകുന്ന കണക്ക് മെനോപോസും എനർജിയും ബാലൻസ് ചെയ്ത് പോകാൻ പഠിക്കുക. ഒരു ടെസ്റ്റ് ചെയ്യുന്നതും പോസിറ്റീവ് റിസൾട്ടിന് വേണ്ടിയാണെന്ന് ചിന്തിക്കാതിരിക്കുക. A negative result to assure oneself that we are normal. Correct. We are not having any disease. യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ടതും എന്ത് ഡയറ്റാണ്, അവരുടെ ലൈഫ് എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഓങ്കോ സർജറീസ് പോലും ലാപ്രോസ്കോപ്പിക്കലി ചെയ്യാറുണ്ട്. ഇപ്പം ക്യാൻസർ സർവിക്സ് ആണെങ്കിലും ക്യാൻസർ എൻഡോമെട്രിയം ആണെങ്കിലും ക്യാൻസർ ഓവറി ആണെങ്കിലും അതിനും ലാപ്രോസ്കോപ്പിക് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ പെയിൻലെസ് ഡെലിവറി, അതിപ്പോൾ വളരെ ഇങ്ങനെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. പെയിൻലെസ് ഡെലിവറി, അങ്ങനെ ഒരു ഡെലിവറി ഉണ്ടോ? അമിതമായുള്ള ഹോസ്പിറ്റൽ സ്റ്റേ നോർമൽ ഡെലിവറിക്കും വേണ്ട, സിസേറിനും വേണ്ട. അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കൂടുതൽ ഹോസ്പിറ്റൽ ഡേയ്സ് വേണമെങ്കിലേ ഉള്ളൂ. പിന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഞാനിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്ന ലേബർ കമ്പാനിയൻഷിപ്പ്. നമ്മളെ ലേബർ റൂമിൽ നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിനെ അകത്ത് അലോ ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് ആകാം, വേറെ അമ്മയാകാം, ആരോ ഒരാൾ, അവർക്ക് ഏത് കമ്പാനിയൻ വേണോ ആ കമ്പാനിയനെ കൂടെ നിർത്തുകയും കമ്പാനിയൻഷിപ്പ് പ്രൊമോട്ട് ചെയ്യും. ഇതൊരു ടുഗദർനെസ് ജേണിയാണ്. സോഷ്യൽ മീഡിയയിൽ അവിടെ വേറൊരു അമ്മയോടൊപ്പം ഇരുന്നിട്ട് നമ്മളൊരു പോസ്റ്റ് ഇടുന്നതിനകത്ത് ഒന്നുമല്ല കാര്യം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീത എക്സ്പ്ലോറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കെല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസാണ് ഡോക്ടർ അനിത പിള്ളൈ. ഡോക്ടറുടെ മുന്നേ ഞാനൊരു വീഡിയോ ഡോക്ടറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ ആ ചോദിച്ച കമൻറ്റിനുള്ള മറുപടി, പിന്നെ എനിക്ക് പേഴ്സണലി എന്നോട് ചോദിച്ച 2-3 ക്വസ്റ്റ്യൻസിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമുക്ക് അകത്തേക്ക് പോവാം, മാമിനോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, സംശയങ്ങളൊക്കെ തീർക്കാം. ഇപ്പം ഞാൻ അനിത മാമിൻ്റെ റൂമിലാണുള്ളത്. മാമിൻ്റെ വീഡിയോ വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആര്യ എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയും കൂടെ ഈ വീഡിയോയിലൂടെ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ മാം വെൽക്കം. ഗുഡ് ആഫ്റ്റർനൂൺ. ശിവയുടെ ഷീത എക്സ്പ്ലോറർ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ വിനീതമായ നമസ്കാരം. അയ്യോ, മാമിന് നല്ല തിരക്കാണ്, ഇവിടെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. മാം, ഒരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചിരുന്നു. അത് കുട്ടി ചോദിച്ച ക്വസ്റ്റ്യൻ, നമുക്കിപ്പോൾ മെനോപോസ് ടൈം, അതെ, ആ ഒരു ടൈമിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതിന്റെ ഡയറ്റ് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ അപ്പോഴെന്തെങ്കിലും എക്സർസൈസ് ചെയ്യണോ? നമുക്ക് ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ടൈമാണ്. അപ്പൊ അതിനെ പറ്റി ഞാൻ ഒരിക്കലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് നമ്മുടെ അന്നത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ അതായത് പ്രായമാകുന്നതിനെ എങ്ങനെ വരവേൽക്കുന്നു, ആ ഒരു സന്തോഷം വീട്ടിൽ പ്രസരിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം ആർത്തവ വിരാമ സമയവും. ഓൾ ലേഡീസ് ഷുഡ് ടേക്ക് ദെയർ മെനോപോസ് വിത്ത് എ ഹാപ്പി സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. എല്ലാവരും സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുക. ഏജിങ് ഗ്രേസ്ഫുള്ളി എന്ന് പറയുന്ന കണക്ക് നമ്മളതിനെ ഒരു സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ച് അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് ആ ഒരു സ്റ്റേറ്റുമായിട്ട് നമ്മൾ ഇഴുകിച്ചേരുക. ഒരുപാട് ചേഞ്ചസ് ബോഡിയിൽ വരും. അപ്പം നമുക്കായാലും നമ്മൾ 30കളിലെ ഒരു ചൊടി, ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു പ്രസരിപ്പ് 40കളിൽ ഫീൽ ചെയ്യണം എന്നില്ല. പക്ഷേ ഇപ്പോൾ പുതിയ കൺസെപ്റ്റാണ് ഏജ് ബിഗിൻസ് ആഫ്റ്റർ 40 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം 40-ന് ശേഷം കൂടുതൽ ചൊടിയോടെ പോവുക, 50-ന് ശേഷം അതിലും ചൊടിയോടെ പോവുക. ഞാനിപ്പോൾ എൻ്റെ OP-യിൽ 65 വയസ്സ് 70 വയസ്സുള്ള അമ്മമാരൊക്കെ ഹാപ്പി ആയിട്ട് വരുന്നത് കാണും. അപ്പോൾ അവരോട് നമ്മൾ അതിൻ്റെ സീക്രട്ട് ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾ ഈ 70-ൽ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ അതിൽ ഒരു പ്രധാനമായിട്ട് പറയുന്ന കാര്യം, മിക്ക ആൾക്കാർക്ക് യോഗ അവരുടെ പാർട്ട് ഓഫ് ലൈഫായിരിക്കും. ഞാനും എൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻ യോഗ ചെയ്യുന്നവർക്ക് ഒരുപാട് ചൊടിയും പ്രസരിപ്പും കാണാറുണ്ട്. പിന്നെ എക്സർസൈസ്, നമ്മളൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഏത് കാലഘട്ടത്തിലും, അത് കുഞ്ഞുനാൾ മുതൽ ഇപ്പം യൗവനമായാലും ഇടയ്ക്കുള്ള സ്റ്റേറ്റ് ആണെങ്കിലും വാർദ്ധക്യം വരുമ്പോഴും നമ്മുടെ ശരീരത്തിന് എപ്പോഴും ബലത്തോടെ കൊണ്ടുപോകാൻ ആരോഗ്യപ്രദമായ കാര്യങ്ങൾ ചെയ്യുക. അതായത് നല്ലൊരു ഡയറ്റ്, ലോ കാലറി ഡയറ്റ്, ഇപ്പോൾ എണ്ണ കുറഞ്ഞ, മധുരം കുറഞ്ഞ, കൊഴുപ്പ് കുറഞ്ഞ ഫുഡ് കഴിക്കുക, റെഗുലർലി എക്സർസൈസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ കണക്ക് യോഗയും ചെയ്യുവാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെ കാണും. ഇപ്പം ഡയബറ്റീസ് ആയാലും പ്രഷർ അസുഖമാണെങ്കിലും ആസ്മയാണെങ്കിലും എല്ലാം പണ്ട് ഹോളിസ്റ്റിക് മെഡിസിൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് മെഡിസിൻ്റെ കൂടെ കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് ഹോളിസ്റ്റിക് മെഡിസിൻ. അതിനകത്ത് ആസ്മയ്ക്കൊക്കെ യോഗ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു കൺസെപ്റ്റ് മെനോപോസിൽ കൊണ്ടുവരിക, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ടു മെനോപോസ്. അതിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തുന്ന ഡയറ്റ് ഡെഫിനറ്റ്ലി. അതിൽ ഞാൻ കൂടുതലും നാടൻ സാധനങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത്.
അതിൽ നമ്മുടെ നാടൻ ആഹാരങ്ങളായ ചേന, കാച്ചിൽ, ചേമ്പ് ഇതൊക്കെ ആഴ്ചയിൽ 3 ദിവസം ഉൾപ്പെടുത്താം. അപ്പോൾ ഇതിനകത്ത് ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറഞ്ഞിട്ട് നാച്ചുറൽ ഈസ്ട്രജൻ ഉണ്ട്. പിന്നെ നമുക്ക് ശരിക്കും സോയ കഴിക്കുമ്പോഴും ഫൈറ്റോ ഈസ്ട്രജൻ കിട്ടും. ഇപ്പൊ മാം ഇത് പറഞ്ഞു ചേന, ചേമ്പ്, ഇതിപ്പോ ഡയബറ്റിക് ഉള്ളൊരു അതാണ് ആ ദിവസങ്ങളിൽ അവർ ബാക്കി ഒരു നേരം അരി ആഹാരം കഴിക്കാമല്ലോ, അന്നത്തെ ദിവസം ചോറ് കഴിക്കേണ്ട, പകരം അവിയൽ, ചേന, കാച്ചിൽ, ചേമ്പിട്ട് ഉള്ള ഭക്ഷണം പാകം ചെയ്യുക. ആ ദിവസം ബാക്കി അന്നജം ഉപേക്ഷിക്കുക. ബാക്കി കാർബോഹൈഡ്രേറ്റ് ഫുഡ് കഴിക്കുന്നത് ഏതാണ്? ഇപ്പോൾ ഇഡലി കഴിക്കുന്നവരാണ് അന്ന് ഇഡലി കഴിക്കേണ്ട. ദോശ അല്ലെങ്കിൽ അപ്പം അല്ലെങ്കിൽ ചോറ് ഏതാണോ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് അന്ന് കഴിക്കുന്ന ആ ഫുഡ് ഒഴിവാക്കി പകരം ഇത് ബാലൻസ് ചെയ്യിക്കുക. ഇപ്പം എല്ലാവരും മലയാളി ഫുഡ്സ് കഴിക്കുന്നവർ ആഴ്ച 3 ദിവസമെങ്കിലും ഇഡലി, ദോശയൊക്കെ കഴിക്കില്ലേ? ആ ദിവസങ്ങളിൽ അത് മാറ്റിയിട്ട് ഇത് കഴിക്കാം. അപ്പോൾ ബാലൻസ് ആയല്ലോ. പിന്നെ ആപ്പിൾ അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസ് നമ്മൾ പറയുന്നതാണ്. പിന്നെ ബീറ്റ്റൂട്ട്, സോയ, ഇതെല്ലാം തന്നെയും ഐസോഫ്ലേവ്, അതായത് നമ്മുടെ ഒരു ഏത് ഫീമെയിൽ ഹോർമോണാണോ നമുക്ക് വേണ്ട നാച്ചുറലി കിട്ടുക. സ്ത്രീ ഹോർമോൺ ത്രൂ ദ ഫൈറ്റിക് റൂട്ട്, പ്ലാന്റ്സിൽ നിന്ന് കിട്ടുക അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൽ നിന്ന് കിട്ടുക. അത് നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്. പിന്നെ ഏത് ലേഡിയും ഒരു പ്രായം കഴിയുമ്പം കാൽഷ്യം കുറഞ്ഞു പോകാതിരിക്കാൻ സൂക്ഷ്മതയോടെ നോക്കണം. നമ്മുടെ ഈസ്ട്രജൻ ഹോർമോണാണ് നമ്മുടെ എല്ലുകൾക്ക് ബലം കൊടുക്കുന്നത്, ഓസ്റ്റിയോപ്പീനി, ഓസ്റ്റിയോപ്രോസിസ് എന്നൊക്കെ നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് ഈസ്ട്രജൻ ഹോർമോൺ കുറയുക. അപ്പോൾ ഈസ്ട്രജൻ കുറയുമ്പോഴാണ് മെനോപോസ്. അപ്പോൾ ആ സമയത്ത് കാൽഷ്യം കുറയാതിരിക്കാൻ കാൽഷ്യം റിച്ച് ഫുഡ്സ് കഴിക്കുക. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും, ഇപ്പോൾ വാൽനട്ട്, കാഷ്യൂ നട്ട്, പിസ്റ്റ, ഇതെല്ലാം കാൽഷ്യം റിച്ച് ആണ്. മിൽക്ക് കാൽഷ്യം റിച്ച് ആണ്. സീ ഫുഡ് കാൽഷ്യം റിച്ചാണ്. ചില ലീഫി വെജിറ്റബിൾസ്, ക്യാബേജ് പോലത്തെ ഫുഡ് ഐറ്റംസിലും കാൽഷ്യം കിട്ടും, ഫിഷിൽ കിട്ടും. അപ്പം സീ ഫുഡ്, ഫിഷ്, മിൽക്ക്, നമുക്ക് കിട്ടുന്ന കാൽഷ്യം കിട്ടുന്ന എല്ലാ സോഴ്സസും നമ്മൾ കഴിക്കുക. വെജിറ്റേറിയൻസ് ആണെങ്കിൽ അല്ലാതെ ഇപ്പോൾ കാൽഷ്യം കിട്ടുന്ന വേറെ മിൽക്ക് പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ കാൽഷ്യം ശരീരത്തിൽ കുറഞ്ഞു പോകാണ്ട് നോക്കുക. ഫൈറ്റോ ഈസ്ട്രജൻ ഇതുപോലത്തെ നാച്ചുറൽ ഫുഡ്സിൽ നിന്ന് കിട്ടുക. ഡയറ്റ് ചെയ്യുക, എക്സർസൈസ് ചെയ്യുക. ഹാപ്പി സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ കൂടെ നമ്മളെ കൊണ്ടുപോകാൻ നോക്കുക. ക്ഷീണം എല്ലാവർക്കും കാണും. ആ ക്ഷീണത്തിനെ നമ്മൾ ഓവർകം ചെയ്യാൻ നോക്കണം. വർക്കും ലൈഫും ബാലൻസ് ചെയ്ത് പോകുന്ന കണക്ക് മെനോപോസും എനർജിയും ബാലൻസ് ചെയ്ത് പോകാൻ പഠിക്കുക. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൺ. നമ്മൾ ഇൻപുട്ട് ഇട്ട ഔട്ട്പുട്ട് കിട്ടും. ഏത് കാര്യത്തിനും അങ്ങനെയാണല്ലോ. നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്ത് ഇതൊരിക്കലും ഒരു സാക്രിഫൈസ് അല്ല. നമ്മളിപ്പം യോഗ ചെയ്യുന്നവരെല്ലാവരും ഹാപ്പിയാണ്. ദാറ്റ് ഈസ് ബിക്കോസ് ഇന്റേണൽ ഹോർമോൺസ് അത്രയും സാക്രിഫൈസ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഡോക്ടറെ, ഇപ്പൊ നമ്മള് ടൈം പലരും നമ്മൾ ഈ ഒരു ഏജ് ആകുമ്പോൾ നമ്മൾ ടൈം നമുക്ക് വേണ്ടി ആരും മാറ്റി വെക്കാൻ, അതിനകത്ത് നമ്മൾ സെൽഫ് കെയർ ഇംപ്ലിമെന്റ് ചെയ്യണം, സെൽഫ് ലവ് ഇംപ്ലിമെന്റ് ചെയ്യണം. അത് സെൽഫ് കെയറും സെൽഫ് ലവും വന്നാലേ നമ്മൾ അതിനായിട്ട് മെനക്കെടുത്തുള്ളൂ. നമ്മൾ എല്ലാവരും ത്യാഗികൾ. എല്ലാ ലേഡീസും വീട്ടിലെ ബാക്കി മെമ്പേഴ്സിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഹീമോഗ്ലോബിൻ 4, 5 ഒക്കെ ആയിട്ട് എന്തുകൊണ്ടാണ് വനിതകൾ നമ്മുടെയൊക്കെ വരുന്ന ഓരോ എപ്പിസോഡ് ഓഫ് മെൻസ്ട്രൽ ബ്ലീഡിങ്ങിൽ അവർ വിചാരിക്കും ഇത് നോർമലാണ്, ഇത് കഴിഞ്ഞ് അടുത്ത തവണ ഡോക്ടറെ കാണാം, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറിന് പോയി എൻ്റെ വീട്ടിലെ മെമ്പേഴ്സ് എന്ത് ചെയ്യും, എൻ്റെ വീട് കൊളാപ്സ് ആകില്ലേ? ശരിക്കും ഈ ആരോഗ്യത്തോടെ ഇരുന്നാലല്ലേ വീട് നന്നായി കൊണ്ടുപോകാൻ പറ്റൂ. അപ്പം സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. നമ്മളെപ്പോഴും ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാ ലേഡീസും ഒരു 40 വയസ്സ് കഴിഞ്ഞ്, 40 വയസ്സെന്നല്ല ഏത് പ്രായത്തിലും ഹെൽത്ത് നോക്കണം. ഇത് 40 കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മളൊരു 49, 50 ആകുമ്പോൾ പെരി മെനോപോസൽ ടൈം ആകുക. അപ്പം ശരീരത്തിൽ വരുന്ന ചേഞ്ചസ് പിടിച്ചു നിൽക്കണമെങ്കിൽ അതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ അതിനുള്ള ഇൻപുട്ട് ഇടണം. ഡയറ്റ് പ്ലാൻ, ഈ പറഞ്ഞ കാൽഷ്യം റിച്ച് ഫുഡ്സ് കഴിക്കുക, വൈറ്റമിൻ ഡി കുറയാണ്ട് നോക്കുക. മിക്ക ആൾക്കാർക്കും ടെസ്റ്റ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി 20 താഴെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുക. ഹെൽത്ത് സപ്ലിമെൻറ്റ്സ്, ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ്, പിന്നെ ചെക്കപ്സ്. ഈ പറഞ്ഞ കണക്ക് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ കുളിക്കുന്ന സമയത്ത് നമുക്ക് അകത്തും പുറത്തും ആ ബ്രസ്റ്റിനെ 4 ക്വാഡ്രൻ്റായിട്ട് തിരിച്ച് ഇന്നർ അപ്പർ, ഇന്നർ ലോവർ, അപ്പർ ഔട്ടർ, അപ്പർ ലോവർ 4 ക്വാഡ്രൻ്റിലും കൈ വെച്ച് കൈയുടെ സർഫസ് വെച്ച് തൊട്ട് നോക്കുക. എന്തെങ്കിലും അബ്നോർമൽ വേരിയേഷൻ ഫ്രം ദ നോർമൽ തോന്നുവാണെങ്കിൽ അന്ന് തന്നെ ഒരു സ്കാനിങ്ങിന് പോവുക. ഒരു സ്കാനിങ്ങിന് ഹാർഡ്ലി എത്ര ടൈം എടുക്കും അല്ലേ? സ്കാനിങ്ങിൽ എന്തെങ്കിലും സംശയം പറയുവാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പായി മാമോഗ്രാം നോക്കുക. അതുപോലെ വയറിൽ വേറിട്ട് എന്തെങ്കിലും ലക്ഷണം കാണുവാണെങ്കിൽ അപ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് വയറിൻ്റെ ഒരു സ്കാൻ ചെയ്യുക. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ മടി കൂടാതെ വർഷത്തിലൊരിക്കൽ ഒരു പാപ്സ്മിയർ ടെസ്റ്റ്, സെർവിക്സ് എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. ഇതൊന്നും നമ്മൾ ക്യാൻസറിനെ പേടിച്ചിട്ടല്ല, ഇതൊക്കെ നമ്മൾ ഒന്നുമില്ല എന്നുള്ള അഷുറൻസ്. ഒരു ടെസ്റ്റ് ചെയ്യുന്നതും പോസിറ്റീവ് റിസൾട്ടിന് വേണ്ടിയാണെന്ന് ചിന്തിക്കാതിരിക്കുക. എ നെഗറ്റീവ് റിസൾട്ട് ടു അഷുർ വൺസെൽഫ് ദാറ്റ് വി ആർ നോർമൽ, വി ആർ നോട്ട് ഹാവിങ് എനി ഡിസീസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സിനെ കാണുന്നത്. ഹെൽത്ത് ചെക്കപ്പ്, നമ്മൾ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്, ഹെൽത്ത് സപ്ലിമെൻറ്റ് എടുക്കുന്ന പോലെ ഹെൽത്ത് ചെക്കപ്പ് ലൈഫിൻ്റെ ഭാഗമാക്കുക. അപ്പോൾ ഒന്നും മിസ്സായി പോവില്ല. വേൾഡ് മദേഴ്സ് ഡേ ആണ് May 12. അപ്പോൾ എല്ലാ അമ്മമാർക്കും എനിക്കുള്ള സന്ദേശം, ദയവ് ചെയ്ത് സ്വയം രക്ഷ ചെയ്യുക. ഐ മീൻ യു ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്.
നമ്മൾ അതിന് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതിനെ ഒരിക്കലും നേരത്തെ പറഞ്ഞ കണക്ക് അത് ത്യാഗമല്ല. നമ്മൾ ടൈംലി കാര്യങ്ങൾ ചെയ്യുമ്പം വി ആർ ഹെൽപ്പിംഗ് അവർ സെൽഫ്. നമ്മുടെ ഫാമിലിയെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പിംഗ് വൺ സെൽഫ് ആസ് വെൽ ആസ് ഹെൽപ്പിംഗ് അതേഴ്സ് അറൗണ്ട് ബൈ ഡൂയിങ് എ ടൈംലി ഹെൽത്ത് ചെക്കപ്പ്, ബൈ ടേക്കിംഗ് കെയർ ഓഫ് വൺ സെൽഫ്. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ യൂട്രസ് എടുക്കുന്നത് ഒരു നോർമലായിട്ട് വന്നിരിക്കുകയാണ്. വരിക ഒരു 1-2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്നു, യൂട്രസ് റിമൂവ് ചെയ്യുന്നു. അത് നമ്മളൊരു പ്രിക്കോഷനായിട്ടാണ് ഇപ്പം പലരും ചെയ്യുന്നത്. ചിലപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ. അപ്പോൾ യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു നോർമൽ ലൈഫാണോ? ഇപ്പം നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറി, ഇപ്പം ലാപ്രോസ്കോപ്പിക് സർജറി ആകുമ്പോൾ നമുക്കൊരു 3 ഡേയ്സിനുള്ളിൽ വീട്ടിൽ പോകാൻ നോർമൽ ലൈഫാണെന്ന് പറയും. അപ്പോൾ എന്തൊക്കെയാണ് അവർ അങ്ങനെ യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ടതും, എന്ത് ഡയറ്റാണ്, അവരുടെ ലൈഫ് എങ്ങനെയാണ്? യൂട്രസ് എടുക്കാനായിട്ട് നമുക്ക് ഇൻഡിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ഭാരത സർക്കാർ തന്നെ ഇന്ന കണ്ടീഷൻസിനാണ് യൂട്രസ് എടുക്കേണ്ടത്. അപ്പം അൺനെസസറി ആയിട്ട് ഹിസ്റ്ററക്ടമി ഒഴിവാക്കാനായിട്ടും, ഹിസ്റ്ററക്ടമി എന്ന് പറഞ്ഞാൽ യൂട്രസ് റിമൂവൽ സർജറി. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ യൂട്രസ് എടുക്കണം, ഏതൊക്കെ സാഹചര്യങ്ങളിൽ അത് എടുത്തുകൂടാ. ഇപ്പം മരുന്ന് കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷനാണെങ്കിൽ മരുന്ന് കൊടുക്കും. യൂട്രസിനകത്തിടുന്ന ഡിവൈസ് ഉണ്ട്, നമുക്ക് കോപ്പർട്ടി പോലത്തെ ഡിവൈസസ് ഉണ്ട്, പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്, മെറീന, എമിലി, ഇങ്ങനെയൊക്കെ പല പേരുകളിലുണ്ട്. അപ്പം ലീവോനോർജസ്ട്രൽ എന്ന് പറഞ്ഞൊരു മരുന്ന് അടങ്ങിയിട്ടുള്ളൊരു ഡിവൈസാണ്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ മരുന്ന് കൊടുത്ത് യൂട്രസിനെ രക്ഷിക്കാൻ നോക്കും, ചില സാഹചര്യങ്ങളിൽ ഡിവൈസ് ഇട്ട് രക്ഷിക്കാൻ നോക്കും. അത് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. ചില സാഹചര്യങ്ങളിൽ സർജറി മാത്രം ഓപ്ഷൻ കാണും. അപ്പോൾ സർജറി ആവശ്യമുള്ള പേഷ്യൻസിന് സർജറി തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ആ സർജറി ചെയ്യുന്നതിന് ഓപ്പൺ ഹിസ്റ്ററക്ടമി, വയറ് തുറന്നുള്ള ശസ്ത്രക്രിയ വഴി യൂട്രസ് നീക്കം ചെയ്യുക, അല്ലെങ്കിൽ താക്കോൽ ദ്വാരമായിട്ട് ലാപ്രോസ്കോപ്പിക് ഹിസ്റ്ററക്ടമി. അപ്പം ലാപ്രോസ്കോപ്പിക് ഹിസ്റ്ററക്ടമിയുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മിനിമം റെസ്റ്റ്. ശരിക്കും ഞാൻ ഒരു പേഷ്യൻറ്റിനോടും അങ്ങനെ റെസ്റ്റ് അതിന് ശേഷം പറയാറില്ല. ദേ ആർ ബാക്ക് ടു ദെയർ നോർമൽ ലൈഫ് അറ്റ് ദ ഏർലിയസ്റ്റ്. 24 മണിക്കൂറിനൊക്കെ അവർക്ക് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് വാങ്ങാൻ സാധിക്കും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർ പഴയ പോലെ തന്നെയാണ്. ദൈനംദിന ചര്യകളെല്ലാം തന്നെയും അവർക്ക് ചെയ്യാം. ദൂരയാത്രകൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇതിനങ്ങനെ വേദനയൊന്നുമില്ല. അപ്പം ആംബുലൻ്റ് ആണ്, നമ്മൾ സ്വയം സഞ്ചരിക്കുകയാണ്, നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പരസഹായം കൂടാതെ ഒരു ഡിപ്പെൻഡൻസി കൂടാതെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പറ്റും. വീട്ടിലെ ചെറിയ ജോലികൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ കുക്കിംഗ് ലളിതമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കുക്കിംഗ് ചെയ്യാം, ചെറിയ ക്ലീനിങ് ചെയ്യുന്നവരാണ് അതിലേക്ക് പോകാം. നമ്മളെ ഇൻവോൾവ് ആക്കി വെക്കുക. പണ്ടത്തെ കാലത്താണെങ്കിൽ 3 മാസം ബെഡ് റെസ്റ്റ്, അനങ്ങാതെ കിടക്കുക. അപ്പോൾ എന്ത് പറ്റും? ഭക്ഷണം കഴിക്കുന്നു, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, വെയിറ്റ് കൂടുന്നു. അങ്ങനെയാണ് പലപ്പോഴും ഓപ്പറേഷൻ ശേഷം അമിത വണ്ണത്തിലോട്ടൊക്കെ പോകുന്നത്. ഇതൊന്നുമില്ല, നമ്മുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് വെയിറ്റ് പൊക്കുന്നത് മാത്രം ഒരു 3 മന്ത്സിലേക്ക് ഒഴിവാക്കാൻ പറയും, കൂടുതൽ വെയിറ്റ് പൊക്കുന്നത്. അല്ലാതെയുള്ള നോർമൽ വെയിറ്റ്സ് ഒക്കെ അവർക്ക് പൊക്കാം. പിന്നെ ജിമ്മിൽ പോയുള്ള എക്സർസൈസ് ഒക്കെ 45 ഡേയ്സ് കഴിഞ്ഞിട്ടേ പറയാറുള്ളൂ. അതിലും വെയിറ്റ് പൊക്കുന്നത് 3 മന്ത്സ് കഴിഞ്ഞിട്ട്. നോർമൽ റുട്ടീൻ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ 24 മണിക്കൂറിന് ശേഷം അവർ സ്റ്റാർട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ചെറിയ 3 ഹോളിൽ കൂടെയാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. പിന്നെ ക്യാമറ ഇടുന്ന ഒരു പോർട്ടും, അത് 1 സെൻറ്റിമീറ്ററും, നമ്മുടെ വർക്കിംഗ് പോർട്ട് 0.5 ഉള്ളൂ. അപ്പോൾ അത്രയും ചെറിയ സുഷിരങ്ങളിൽ കൂടെ ചെയ്യുന്ന സർജറിക്ക് കൈ മുറിയുമ്പോൾ ഉള്ളൊരു നീളത്തിൽ ചെറുതായിട്ടൊരു കൈ മുറിയുമ്പോൾ ഉള്ള മുറിവ് എങ്ങനെ അതുപോലെ 1 സെൻറ്റിമീറ്റർ, 0.5 സെൻറ്റിമീറ്റർ, അതിൻ്റെ മേലെ ഒരു നീളമില്ല മുറിവിന്. ആ മുറിവ് 24 മണിക്കൂറിനകം ഉണങ്ങിക്കഴിഞ്ഞു. അപ്പം കഴിയുന്നതും സ്റ്റിച്ചൊന്നും കാണത്തില്ല, ക്യാമറ പോർട്ടിൽ മാത്രമേ ഒരു സ്റ്റിച്ച് വരുത്തുള്ളൂ. അതിന് ചെറിയൊരു ത്രെഡ് തന്നെ അലിഞ്ഞു പോകും. അപ്പോൾ യാതൊരു പെയിനും ഇല്ലാതെ എത്രയും പെട്ടെന്ന് നോർമൽ ലൈഫിലേക്ക് കയറാൻ പറ്റുന്ന നൂതന ശസ്ത്രക്രിയ രീതിയാണ് കീ ഹോൾ സർജറി. അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം യു ആർ ബാക്ക് ടു യുവർ നോർമൽ ലൈഫ് അറ്റ് ദ ഏർലിയസ്റ്റ്. നമുക്കൊരു ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് ദൂരയാത്രകൾ ചെയ്യുന്നത് കൊണ്ടോ, സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് കൊണ്ടോ, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല. വെയിറ്റ് പൊക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ റെസ്ട്രിക്ഷൻ 3 മന്ത്സിലേക്ക് കൊടുക്കാം. ഫുഡൊക്കെ എങ്ങനെയാണ്? ഫുഡ് ഇപ്പോൾ കുടൽ ഒട്ടിപ്പിടുത്തൊക്കെ ഉള്ള കേസസ് കാണാം. ചിലപ്പോൾ ഡിഫിക്കൽട്ട് ഗ്രേഡ് 4 എൻഡോമെട്രിയോസിസ് എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. അതിനകത്ത് കുടലൊക്കെ ചിലപ്പോൾ യൂട്രസുമായിട്ട് ഒട്ടിയിരിക്കുമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിന്, ബവൽ അഡഷൻസ് ഉള്ള പേഷ്യൻസിന് മാത്രം ഡയറ്റ് റെസ്ട്രിക്ഷൻസ് പറയാം. അല്ലാതെ ഒരു ഒട്ടിപ്പിടുത്തമൊന്നും ഇല്ലാത്ത കേസാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 24 അവേഴ്സിന് ശേഷം നോർമൽ ഫുഡ്സിലേക്ക് തന്നെയാണ് അവരെ കൊണ്ടുപോകാറ്. നമ്മുടെ നോർമൽ ഇന്ത്യൻ ആഹാരം ആദ്യത്തെ ദിവസം നമ്മൾ രാവിലെ ഇഡ്ഡലി, സ്റ്റീം കുക്ക്ഡ് ഫുഡ്സ് ആയിരിക്കും പറയണത്. സ്റ്റീം കുക്ക്ഡ് ഫുഡ്സ് കഴിച്ച് അവർ ടോളറേറ്റ് ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് കഞ്ഞി പറയും, രാത്രി ഓട്സോ അങ്ങനെ എന്തെങ്കിലും. ഫസ്റ്റ് 2 ഡേയ്സ് അങ്ങനെ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞ് ബാക്കി എല്ലാ നോർമൽ ഫുഡ്, ഓപ്പറേഷൻ മുമ്പ് എങ്ങനെയാണോ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും അവർ ഫുഡ് ഹാബിറ്റ്സ് ആയാലും ബാക്കി ഹാബിറ്റ്സ് ആയാലും. അല്ല, ഇപ്പോൾ ഡെയിലി ബോഡി ഷവർ ചെയ്യാം, 2 നേരം കുളിക്കാം, നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു ഡിപ്പെൻഡൻസിയോ ബെഡ് റെസ്റ്റും ഇല്ല. അല്ല, ഇപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ ഇപ്പോൾ ആൾക്കാർക്ക് ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും, അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഈ സെയിം മെനോപോസിനുള്ള ഡയറ്റ് തന്നെയാണ് അവർക്ക്? ഇത് ഒരു തരം എന്ന് വെച്ചാൽ ഡോക്ടറായിട്ട് വരുത്തുന്ന മെനോപോസ് ആണല്ലോ. മറ്റേത് നാച്ചുറൽ മെനോപോസ്, ഇത് ഇയാട്രോജനിക്, നമ്മൾ കൊടുക്കുന്ന മെനോപോസാണ്. അപ്പം അതാണെങ്കിലും രണ്ടിലും രോഗി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ഒന്ന് തന്നെ. ഡയറ്റ് ആയാലും
വെയിറ്റ് കൂട്ടാണ്ട് നോക്കുക, നോർമൽ ലൈഫ് ആക്ടിവിറ്റീസ് ചെയ്യുക. ഇപ്പോൾ കണക്ക് നമ്മൾ അങ്ങനെ അമിത റെസ്റ്റ് ഒരു സർജറീസിനും പറയാറില്ല. നമ്മളിപ്പോൾ ഓങ്കോ സർജറീസ് പോലും ലാപ്രോസ്കോപ്പിക്കലി ചെയ്യാറുണ്ട്. ഇപ്പം ക്യാൻസർ സർവിക്സ് ആണെങ്കിലും ക്യാൻസർ എൻഡോമെട്രിയം ആണെങ്കിലും ക്യാൻസർ ഓവറി ആണെങ്കിലും അതിനും ലാപ്രോസ്കോപ്പിക് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അത് നമ്മൾ ലാപ്രോസ്കോപ്പിക്കലി ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു ഓപ്പൺ സർജറി ചെയ്യുന്ന ഒരു ക്യാൻസർ പേഷ്യൻ്റ് റിക്കവറിയും ഞാൻ ലാപ്രോസ്കോപ്പി ചെയ്യുന്ന ഒരു ക്യാൻസർ പേഷ്യൻ്റ് റിക്കവറിയും രണ്ടും തലത്തിലാണ് ഞാൻ കാണാറ്. ലാപ്രോസ്കോപ്പി ചെയ്യുന്ന പേഷ്യൻ്റ് വളരെ ഫാസ്റ്റായി റിക്കവർ ചെയ്ത് എൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുന്നു. മറ്റേ പേഷ്യൻ്റ് കുറച്ച് ടൈം എടുക്കുന്നു. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ കൺമുമ്പിൽ ഈസിനെസ് ഓഫ് ദ റിക്കവറി ഇൻ ലാപ്രോസ്കോപ്പി വിറ്റ്നസ് ചെയ്യാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി താക്കോൽ ദ്വാരം ചെയ്യാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളിലും താക്കോൽ ദ്വാരം തന്നെയായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. അത് പേഷ്യൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. പേഷ്യൻ്റ് അത്ര പെട്ടെന്ന് നോർമൽ എല്ലാവർക്കും എല്ലാം വേദനരഹിതമായിരിക്കുന്നതല്ലേ സന്തോഷം. പെയിനിൽ കൂടെ കടന്നു പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ നമുക്ക് അത്രയും ദിവസം ഒരാളെ നമ്മൾ നോക്കാം. ഡെഫിനറ്റ്ലി ഫാമിലിയും ഈസിലാണ്, പേഷ്യൻറ്റും അറ്റ് ഈസാണ്. എല്ലാം എളുപ്പമാണല്ലോ. എല്ലാം എളുപ്പം മാത്രമല്ല പേഷ്യൻ്റെ സേഫ്റ്റി. വേറെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഫ്യൂച്ചർ ഹെർണിയാസ് വരാനുള്ള ചാൻസ് കുറവാണ്. തുറന്നുള്ള സർജറീസിലാണ് ഭാവിയിൽ ഹെർണിയ വരാനും വൂണ്ട് ഇൻഫെക്ഷൻ വരാനും ഒന്നുമുള്ള ചാൻസ് ഇല്ല. അധികം വൂണ്ട് ഇല്ലല്ലോ. വൂണ്ട് റിലേറ്റഡ് ഇഷ്യൂസ് എല്ലാം തന്നെയും കുറവാണ് കീഹോൾ സർജറി. മാതൃദിനമായതുകൊണ്ടാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ മുൻകൂട്ടി. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ യൂട്രസ് എടുക്കുന്നത് ഒരുപാട് കൂടുതലാണ്, അതുമല്ല മെനോപോസ്, അത് രണ്ടുമാണ് നമ്മൾ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ, ഇപ്പോഴത്തെ യങ് ജനറേഷന് വേണ്ടിയിട്ട് ഇപ്പൊ പെയിൻലെസ് ഡെലിവറി, അതിപ്പോ വളരെ ഇങ്ങനെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പെയിൻലെസ് ഡെലിവറി. അങ്ങനെ ഒരു ഡെലിവറി ഉണ്ടോ? തീർച്ചയായും. ഇത് കൂടാതെ ഇത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? ഇതിനെന്തെങ്കിലും ദോഷവശങ്ങളും കൂടെ ഉണ്ടോ? പെയിൻലെസ് ലേബർ ഞാൻ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേദനയെ കൂടെ കടന്നു പോകാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? അപ്പം നമ്മുടെ അടുക്ക വരുന്ന പേഷ്യൻസ് പല രീതിയിലുള്ളവരായിരിക്കും. ചിലർ പറയും എനിക്ക് ആ വേദന ഫുൾ അറിഞ്ഞ് ഞാൻ നോർമലായിട്ട് പോകാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ്. അവരുടെ പുറത്ത് നമ്മൾ ഒരിക്കലും ഇത് അടിച്ചേൽപ്പിക്കുകയില്ല. നേരെ മറിച്ച് എനിക്ക് ഈ തരം ഡെലിവറി വേണം, എപ്പിഡ്യൂറൽ അനാൽജസി എടുത്തുള്ള ഡെലിവറി മതി എന്ന് പറഞ്ഞു വരുന്ന വനിതകളുണ്ട്. അപ്പം നമ്മൾ ഉള്ളു നോക്കുമ്പം സെർവിക്സ് അഥവാ ഗർഭാശയ മുഖം വികസിച്ച് 3 സെൻറ്റിമീറ്ററിൻ്റെ മേലെ ആകുമ്പോഴാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്. അതിന് ടൈംലി ഷോട്ട്സ് ഉണ്ട്. ഇത്ര സമയത്തിൽ ഇത്ര മരുന്ന് നമ്മൾ എപ്പിഡ്യൂറൽ സ്പേസിൽ കൊടുക്കും. അപ്പോൾ പെയിൻലെസ് ആയിട്ടായിരിക്കും ആ പ്രക്രിയ പിന്നെ കടന്നു പോകുന്നത്. ലേബർ പ്രോസസ്സിൽ വേദന അനുഭവിക്കാത്ത ഒരു ആഗണി ഇല്ലാതെ സന്തോഷത്തോടെ പോകുന്നു. പിന്നെ നമുക്ക് ഇന്ന ഇൻ്റർവെല്ലിൽ ഉള്ളു നോക്കണം എന്നുണ്ട്. പ്രോഗ്രസ് ഓഫ് ലേബർ നമ്മൾ അസസ് ചെയ്യുന്നു. നോർമൽ ആകുന്ന സമയമാകുമ്പോഴത്തേക്കും ഹെഡൊക്കെ കണ്ടു തുടങ്ങിക്കഴിയുമ്പം പേഷ്യൻ്റ് ആകെ കാണുന്ന, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ്, ഒരു ഏർജ് ടു പുഷ്, നമുക്ക് പുഷ് ചെയ്യാനുള്ളൊരു എർജ് വരും ഫുള്ളായി കഴിയുമ്പോൾ. അതായത് ഡെലിവറി പ്രക്രിയ നടക്കാൻ നേരത്തെ നമ്മളതിനെ ഫുള്ളാവുക എന്ന് പറയുന്നത്. ഹെഡൊക്കെ താഴെ എത്തി, 0 സ്റ്റേഷൻ കഴിഞ്ഞ് താഴെ വന്നു, ഗർഭാശയ മുഖം ഫുള്ളി വികസിച്ചു, ഇനി പ്രസവിച്ചാൽ മതി, ഒന്ന് മുക്കുക പ്രസവിക്കുക എന്നൊരു ഘട്ടത്തിലെത്തുമ്പോൾ നമ്മളതിനെ ഞങ്ങളുടെ ലാംഗ്വേജിൽ ഫുള്ളായി എന്ന് പറയും. പേഷ്യൻ്റ് ഡെലിവറി ആകാറായി. ആ സമയത്ത് മുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ മുക്കാനുള്ളൊരു താല്പര്യക്കുറവ്, ആ ഒരു എർജില്ല എന്ന് വെച്ചാൽ പെയിൻ അറിയണില്ല. മറ്റേത് പെയിൻ അറിയുമ്പോഴാണ് നമ്മൾ പറയും മോഷൻ പോകാൻ മുക്കുന്നത് പോലെ നീട്ടി മുക്കൂ എന്ന് പറയും. അതുപോലെ ഒരു മുക്കിയും തരും പേഷ്യൻസ്. ആ മുക്കാനുള്ളൊരു വ്യഗ്രതയില്ല. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ്, എനിക്ക് കുട്ടി ഇറങ്ങാറായി, പെയിൻ അറിയുന്നില്ല, അവർ ചിരിച്ചുകൊണ്ട് കിടക്കും. അന്നേരം ചിലപ്പോൾ ഞങ്ങൾക്ക് ഇൻസ്ട്രുമെന്റ് ഡെലിവറി ഒക്കെ ഇടേണ്ടി വരും. വാക്വം അല്ലെ ഫോഴ്സപ്സ് ഇട്ട് ബേബി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. ആകെ അത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ബാക്കി എല്ലാം ന്യൂബോൺ ഔട്ട്കം ആണെങ്കിലും പേഷ്യൻ്റ് ഔട്ട്കം ആണെങ്കിലും വളരെ വളരെ, ഇപ്പോൾ ന്യൂബോൺ ഔട്ട്കം മറ്റേ ഡെലിവറി പോലെ തന്നെയാണ്. പിന്നെ പേഷ്യൻ്റ് ഹാപ്പിനെസ് മറ്റേതിനേക്കാളും കുറച്ചുകൂടെ, അവർ വേദന ഒട്ടും അനുഭവിച്ചില്ലല്ലോ. നമ്മൾ 3 സെൻറ്റിമീറ്റർ വരെയുള്ള പിന്നെ വേദന അറിയുമ്പോൾ നമ്മൾ അടുത്ത ഷോട്ട്സ് കൊടുക്കും, ടോപ്പ് ചെയ്ത് കൊടുക്കും മെഡിസിൻസിൻ്റെ ഡോസ്. ഒന്നുമില്ല, അയ്യോ അങ്ങനെയുള്ള ഒരു മരുന്നും നമ്മൾ കൊടുക്കത്തില്ല. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് കണ്ടിട്ടുള്ള, ബൈ ചാൻസ് ഒരു സിസേറിൻ വേണ്ട കണ്ടീഷൻ ആണെങ്കിൽ അണ്ടർ അനസ്തേഷ്യ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സിസേറിന് റെഡിയാക്കാൻ അവിടെ കാലതാമസം ഒന്നുമില്ല. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, പെട്ടെന്ന് സിസേറിൻ ചെയ്യേണ്ട ഒരു അടിയന്തര അവസ്ഥ ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് അണ്ടർ അനസ്തേഷ്യ ഉണ്ടോ, അതിന് നമുക്ക് ടൈം വളരെയധികം ലാഭിക്കാൻ പറ്റുന്നുണ്ട്. എന്നുവെച്ചാൽ പേഷ്യനെ പിന്നെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ടൈം വരുന്നില്ല. പേഷ്യൻ്റ് ഓൾ ഓവർ ഹാപ്പിയാണ്. വേദന അറിയുന്നില്ല വെച്ചാൽ 3 സെൻറ്റിമീറ്റർ ആകുന്നവരുള്ള ചെറിയ ചെറിയ വേദനകൾ അറിയുന്നുണ്ട്. 3 മുതൽ 10 സെൻറ്റിമീറ്ററാണ് ഫുൾ ഡയലറ്റേഷൻ. ആ ഫുൾ ഡയലറ്റേഷൻ ആകുന്നവരെ അവർ ഹാപ്പി ഇതിലാണ് പോണത്. പിന്നെ പുഷ് ചെയ്യാൻ പറയുമ്പോൾ ചിലർ പുഷ് ചെയ്ത് തരും, ചിലർ പുഷ് ചെയ്യുന്നില്ല, നമുക്ക് ബേബി ഇറങ്ങുന്നില്ല എങ്കിൽ നമ്മൾ അസിസ്റ്റിംഗ് ആയിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത് ഡെലിവറി അസിസ്റ്റഡ് വിത്ത് വാക്വം ഓർ ഫോർസെപ്സ് ആയിട്ട് പോകും.
അപ്പൊ ഈ പെയിൻലെസ് ഡെലിവറി ആണെങ്കിൽ നമുക്ക് എത്ര ദിവസം ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യും? ഏതാണെങ്കിലും നമ്മൾ ബേബിക്ക് ചെക്കപ്പ് കഴിഞ്ഞിട്ട് 24 to 48 അവേഴ്സിൽ പേഷ്യൻസിന് ഡിസ്ചാർജ് ചെയ്യും. ഇപ്പം സിസേറിയൻ ആണെങ്കിൽ പോലും 3rd or 4th ഡേ നമ്മൾ പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്യുക. അമിതമായുള്ള ഹോസ്പിറ്റൽ സ്റ്റേ നോർമൽ ഡെലിവറിക്കും വേണ്ട, സിസേറിനും വേണ്ട. അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കൂടുതൽ ഹോസ്പിറ്റൽ ഡേയ്സ് വേണമെങ്കിലേ ഉള്ളൂ. മോഡ് ഓഫ് ഡെലിവറി അനുസരിച്ച് പ്രൊലോങ്ഡ് ഹോസ്പിറ്റൽ സ്റ്റേ വരുന്നില്ല. പിന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഞാനിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്ന ലേബർ കമ്പാനിയൻഷിപ്പ്. നമ്മളെ ലേബർ റൂമിൽ നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിനെ അകത്ത് അലോ ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് ആകാം, വേറെ അമ്മയാകാം, ആരോ ഒരാൾ, അവർക്ക് ഏത് കമ്പാനിയൻ വേണോ ആ കമ്പാനിയനെ കൂടെ നിർത്തുകയും കമ്പാനിയൻഷിപ്പ് പ്രൊമോട്ട് ചെയ്യും. ഇതൊരു ടുഗദർനെസ് ജേണിയാണ്. അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും നമ്മൾ പങ്കുചേർന്ന് കൈപിടിച്ച് കൂടെ നിന്ന് പുഷ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും കൂടെ നിൽക്കണം. പക്ഷെ അതൊരു ശരിക്കും നല്ലൊരു കൺസെപ്റ്റാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ശരിക്കും നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യുമ്പോൾ ഞങ്ങൾ ഫോലീസ് കത്തീറ്റർ എന്നൊരു കത്തീറ്റർ ഉണ്ട്, അതായത് മെക്കാനിക്കൽ ഡയലറ്റേഷൻ ഓഫ് സെർവിക്സിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ കത്തീറ്റർ ഇടുമ്പം പോലും ഹസ്ബൻഡിൻ്റെ പ്രസൻസ് വേണമെന്നൊരു യുവതി ആവശ്യപ്പെട്ടു. ഹസ്ബൻഡിനെ കൂടെ നിർത്തി കൈ പിടിച്ച് കൂടെ നിൽക്കുക. അവർ ആ പ്രക്രിയ കണ്ടോട്ടെ, അതിൽ തെറ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒറ്റയ്ക്ക് അനുഭവിക്കുന്നതിൽ നല്ലത് ഷെയർ ചെയ്യുന്നതാണ്. ഷെയറിങ് ഈസ് കെയറിങ്. അപ്പോൾ ഹസ്ബൻഡ് കൂടെ നിൽക്കുകയും, ഹസ്ബൻഡ് ആകാം, അമ്മ, അപ്പോൾ ഹസ്ബൻഡ് വിദേശത്തുള്ളവരാണ്, അമ്മയ്ക്ക് കൂടെ നിൽക്കുക, അല്ലെ സിബ്ലിങ്സിന് കൂടെ നിൽക്കാം. ആരോ ഒരാൾ അവർക്ക് കമ്പാനിയൻഷിപ്പ് കൊടുക്കുന്ന ആരോ ആകാം, അവർക്ക് കൂടെ നിന്ന് ധൈര്യം കൊടുക്കുമ്പോൾ നമ്മുടെയും പ്രോസസ്സ് എളുപ്പമാണ്, അവരുടെയും പ്രോസസ്സ് എളുപ്പമാണ്. സോ ലേബർ കമ്പാനിയൻഷിപ്പ് നമ്മളെല്ലാവരും ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പെയിൻലെസ് ലേബറും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. അതിനകത്ത് നമുക്ക് അങ്ങനെ പേടിക്കേണ്ട പറയത്തക്കതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഒന്നും തന്നെയില്ല. ആ ഒരു ഏർജ് ടു പുഷ് ചില പേഷ്യൻസിൽ കുറയാറുണ്ട്. പിന്നെ പെയിൻലെസ് ലേബർ കൊടുക്കുന്നു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് എല്ലാവരും നോർമൽ ആകണം എന്നില്ല. ഏതെങ്കിലും സയന്റിഫിക് റീസൺസ് കൊണ്ട് സിസേറിയൻ വേണ്ടി വന്നാൽ നമ്മൾ അതിലേക്ക് പ്രൊസീഡ് പോകും. താങ്ക് യു ഡോക്ടർ. ഓക്കെ, അപ്പോൾ hope the informations are all useful to the audience and keep watching She the Explorer. Thank you so much. May 12th Mother's Day ആണ്. അപ്പോൾ ഞാനും മദറാണ്, ഡോക്ടറും മദറാണ്. എന്താണ് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? To all mothers, the most important message is stay healthy. A mother is the spine of a family, and ആ സ്പൈൻ നേരെ ഇരുന്നാലേ ബാക്കി എല്ലാം നേരെ പോകത്തുള്ളൂ. സോ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, റേഡിയേറ്റ് ഹാപ്പിനെസ് അറൗണ്ട്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ഇപ്പോൾ ഈ ജി ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, ഇവിടെ ഒരു പ്രത്യേക OP-യും അതുപോലെ അത്ര തിരക്കുമാണ്. ഡോക്ടർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് പോലും കിട്ടുക, വെള്ളം കുടിക്കാൻ പോലും സമയം കിട്ടാറില്ല, അത്ര മാത്രം. പക്ഷേ ആര് വന്നാലും വളരെ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നമ്മളെ സ്വീകരിക്കുന്ന ഒരു ഫേസാണ് കാണുന്നത്. ഓരോ പേഷ്യൻറ്റിൻ്റെയും പേരും അവരുടെ പ്രശ്നങ്ങളും അടക്കം അത്രമാത്രം അറിയാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിലൊരു കുടുംബത്തിനെ പോലെ നമ്മളെ നോക്കുന്ന, എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഗൈനക്കോളജിയിൽ പ്രഗത്ഭയായിട്ടുള്ള ഡോക്ടർ അനിതാണ്. മാമിനോടൊപ്പം കിട്ടുന്ന ഒരു 10 മിനിറ്റ് ആണെങ്കിൽ പോലും ഞാൻ ഭയങ്കര സന്തോഷത്തോടെ കാണുന്ന ഒരു മൊമെൻറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ 3 ക്വസ്റ്റ്യൻസ് ഞാൻ മാമിനോട് ചോദിച്ചു, കൃത്യമായിട്ടുള്ള മറുപടിയും തന്നിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും മാതൃദിനം, May 12th എന്ന് പറഞ്ഞാൽ മാതൃദിനമാണ്. അപ്പോൾ മാതൃദിനമായിട്ട് ആചരിക്കാതെ നമ്മുടെ കൂടെയുള്ള അമ്മമാരെ നമ്മൾ കെയർ ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ചെക്കപ്പ് ചെയ്യിപ്പിക്കുക. അവരുടെ ഹെൽത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഒരു കുടുംബത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അമ്മമാരെ എല്ലാവരും ചേർത്ത് പിടിക്കുക, അവരുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവർ നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടോ, അവർ എക്സർസൈസ് ചെയ്യുന്നുണ്ടോ, അവർ ഇങ്ങനെയൊക്കെ അവരുടെ കാര്യം അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളും കൂടി വാച്ച് ചെയ്യുക. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ അവിടെ വേറൊരു അമ്മയോടൊപ്പം ഇരുന്നിട്ട് നമ്മളൊരു പോസ്റ്റ് ഇടുന്നതിനകത്തൊന്നുമല്ല കാര്യം. അപ്പം എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഈ എപ്പിസോഡ് ഞാൻ സമർപ്പിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ബൈ ബൈ.